HK എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. MPPT സോളാർ ചാർജറാണ്. അത് നമുക്കൊരു 20 ആംപിയറിൻ്റെ താഴെയുള്ള ബാറ്ററികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 3.7 വോൾട്ട് ബാറ്ററി എല്ലാം ചാർജ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഇതുകൊണ്ട് ഇത്തരം ഡിവൈസ് ഉപയോഗിച്ച് ഒരിക്കലും നമ്മളെ സ്മാർട്ട് ഫോണൊന്നും, വില കൂടിയ സ്മാർട്ട് ഫോണൊന്നും ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊരു വേരിയബിൾ സപ്ലൈ ആണ്, ഫിക്സഡ് അല്ല. അതുകൊണ്ട് ചാർജ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കേടായി പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. കമൻറ്റിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റ് ഇടുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. ഇതാണ് നമ്മളുടെ ചാർജിങ് മൊഡ്യൂള്. ഇതുകൊണ്ടാണ് നമ്മൾ MPPT ചാർജർ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നോക്കാം. ഇതിൽ 2 പ്രൊട്ടക്ഷൻ മീറ്റർ ഉണ്ട്. ഇവിടെ LED, ഇത് ആംബിയറിൻ്റെ LED ആണ്. ഇതിങ്ങനെ മെല്ലെ തട്ടി കൊടുത്താൽ അത് തെറിച്ചു പോകും. ഇവിടെ ഒന്ന് ചാർജിങ് ഇൻറ്റു, ഒന്ന് ചാർജ് കട്ട് ഓഫ്, അങ്ങനെ 2 എണ്ണം ഇവിടെ കാണാം. ഇതും അതുപോലെ തട്ടി ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രിൻ്റൊന്നും പോകാതെ വേണം സൂക്ഷിക്കാൻ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഇനി പ്രൊട്ടക്ഷൻ മീറ്റർ ഇവിടുന്ന് എടുക്കേണ്ടതുണ്ട്. ഇനി നല്ലപോലെ ചൂടാക്കിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് തട്ടിക്കൊടുത്താൽ ആ ലെഡൊക്കെ തെറിച്ചു പോവും. നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത് ഉപയോഗിക്കാത്ത എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പ്രൊട്ടക്ഷൻ മീറ്റർ നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളത് കൊണ്ടാണ്. ഇത് മാറ്റി വെക്കാൻ, വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ പിന്നാണ് ഇവിടെ സോൾഡർ ചെയ്തിട്ടുള്ളത്, വയറല്ല. ഈ വയറ് നമുക്ക് വേണ്ടവർക്ക് വയറ് സോൾഡർ ചെയ്യുക. ഇതുപോലെ പിന്നായാൽ അവിടെ ഷോർട്ടാകാതെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ കഴിയും. ഇതുപോലുള്ള പിന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. RDNA ഒക്കെ ഉപയോഗിക്കുന്ന പിന്നാണത്. ഇതുപോലെ സോൾഡർ ചെയ്താൽ മതി, അതാണ് നല്ലത്. ഇപ്പോൾ വയറുകളെല്ലാം ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ LED വയറൊക്കെ നിങ്ങൾ സോൾഡർ ചെയ്യണം. പ്ലസ് മൈനസൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഒരു LEDക്ക് 2 വയർ വേണം. ഞാൻ അവിടെ 3 എണ്ണേ ചെയ്തിട്ടുള്ളൂ, 4 ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആംബിയറിൻ്റെ LEDക്ക് 2 വയർ, അങ്ങനെ മൊത്തം 6 വയർ LEDക്ക് സോൾഡർ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും കമൻ്റ് ഇടുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ഇട്ട് അതിന് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ നമ്മളിത് റീസോൾഡർ കൊടുക്കാനുള്ളതാണ്, എവിടെയാണ് വയർ കൊടുത്തത് അതുപോലെ തന്നെ ഇതിലും കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് വർക്കാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഫിറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതാണ് നമ്മളെ MPPT ചാർജറിന് ഉപയോഗിക്കുന്നത്. അതിന് ആംബിയറിന് ഒരു റിഡക്ഷൻ മീറ്റർ ഇവിടെ കൊടുത്തു. ഇത് ആംബിയറിന് കൊടുത്തു. ഇത് ബാറ്ററിൻ്റെ ചാർജ് കൺട്രോളിങ്ങിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. ഇത് വേണമെന്നില്ല. ഇത് ഞാനൊരു ബാറ്ററി കൊണ്ട് നമുക്ക് മറ്റൊരു ബാറ്ററി ചാർജ് ആക്കണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് അപ്പ് കൺവെർട്ടർ ഉപയോഗിക്കണമല്ലോ, അതിന് വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇവിടെ കൊടുത്തത്. പിന്നെ അതിൻ്റെ റെഗുലേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങോട്ടാക്കിയാൽ ഇതിൻ്റെ ഇതിൽ വർക്ക് ചെയ്യും. ഇങ്ങോട്ടാക്കി പുറത്തേക്കാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ചെയ്യും, ഇതിൻ്റെ കാണിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ. ബാക്കി ഞാനൊരു
പേപ്പറിൽ വരച്ചത് കാണിച്ചു തരാം. ഞാൻ ഇത് മുമ്പേ ഫിറ്റാക്കി കുറേ സാധനങ്ങൾ ഈ വീഡിയോ എടുക്കേണ്ട മുമ്പ് ഫിറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നമ്മളെ ലിഥിയം ബാറ്ററി അതുപോലുള്ള പവർ ബാങ്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതുപോലെ കേടായ പവർ ബാങ്കോ അതിൻ്റെ സർക്യൂട്ടോ എന്തെങ്കിലും നമ്മുടെ അടുത്തുള്ളത് എന്തായാലും നമുക്ക് ഉപയോഗിക്കാതെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ കാണിച്ചാൽ നിഷ്പ്രയാസം അതെല്ലാം റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ റിമൂവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ ആയിട്ട് കഴിയും. ഒട്ടിക്കണ പശ ഏതാണ് പറഞ്ഞു പോരാത്ത പശ എന്ന് നമ്മളൊരു വീഡിയോയിലുണ്ട്. പ്രൊഫെക്സ് മൾട്ടി പ്രൊട്ടക്ഷൻ മീറ്റർ എന്നൊരു വീഡിയോ ഉണ്ട്. അതിലുണ്ടാവും പശയൊക്കെ ഒട്ടിക്കണ രീതികളും ഒക്കെ ഉണ്ട്. അതൊന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കണക്ഷൻ വരുന്നത്. ഇത് നമ്മളെ MPPTക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് ഇവിടെ ഔട്ട് വരുന്നു, ഇവിടെ ഇന്ന്. ഈ ഔട്ടിൽ നിന്ന് 2 വയർ നമ്മൾ ഈ സോക്കറ്റിക്ക് കൊടുക്കുന്നു. ഇന്നക്ക് അതേമാതിരി 2 വയർ ഇവിടെയും കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഡിസ്പ്ലേ ഒക്കെ അതിന് ഇവിടെ ഒരു സ്വിച്ച് വെച്ചു, ഇവിടെ ഡിസ്പ്ലേ വെച്ചു. ഈ ഔട്ടിൽ നിന്ന് ഒരു വയർ ഈ സ്വിച്ചിക്ക് കൊടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സ്വിച്ചിക്ക് ഇന്നൊരു വയർ ഇവിടെയും കൊടുത്തു. ഈ സ്വിച്ച് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇന്നും ഔട്ടിന്നും ഓരോ വയർ ഇവിടെ കൊടുത്ത് പിന്നെ അതങ്ങനായി സ്വിച്ചുക്കുള്ള കണക്ഷൻ കഴിഞ്ഞു. പിന്നെ ഈ സ്വിച്ചിൽ നിന്ന് ഡിസ്പ്ലേക്ക് വരുന്ന വയർ ഇത് 6 എന്ന വയർ ഇന്നിൻ്റെ വയർ കൊടുത്താണ് നമ്മളിത് കൊടുക്കേണ്ടത്. റെഡ് വയർ 3 വയറാണ് ഡിസ്പ്ലേക്ക് ഉണ്ടാകുക. റെഡ്, യെല്ലോ, ബ്ലാക്ക് ഗ്രൗണ്ട് ചെയ്യണം. യെല്ലോ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന വോൾട്ടിലാണ് കൊടുക്കേണ്ടത്. അത് ഔട്ടിലാണ് കൊടുക്കേണ്ടത്. ഇന്നിൽ കൊടുക്കേണ്ടത് ഡിസ്പ്ലേ വർക്ക് ചെയ്യാനുള്ള പവറാണ്. അതിന് നമ്മൾ റെഡ് വയറാണ് ഉപയോഗിക്കുന്നത്. 2 വയർ നമ്മൾ ഈ സ്വിച്ചിൽ കൊടുക്കണം. ഇന്നൊന്നും ഔട്ടുന്ന വരെ ഓരോ പോസിറ്റീവിൽ നിന്ന് ഒരു വയർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഔട്ട് പുട്ട് കഴിഞ്ഞ് സെൻറ്റർ ബട്ടന്. പിന്നെ ഇത് 2 പിന്ന്, ഇത് നമ്മൾ 6 പിന്നുള്ള സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. ഈ 2 പിന്ന് അതേമാതിരി നമ്മൾ ബക്ക് കൺവെർട്ടർ അപ്പിൻ്റെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാനുള്ളതാണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് അടച്ചിട്ട് നോക്കാം. നമുക്കറിയാം MPPT ചാർജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമ്മൾ വലിയ കൂടിയ വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ എന്താവും, ബാക്കി വരുന്ന വോൾട്ട് നമ്മൾ ആംബിയർക്ക് കൺവെർട്ട് ചെയ്ത് പോകും. അതിനാണ് MPPT ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 16 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ 12 വോൾട്ടാണ് എടുക്കുകയാണെങ്കിൽ ബാക്കി 4 വോൾട്ട് ആംബിയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനം. നമ്മളിപ്പോൾ ഇവിടെ സോളാർ പാനലല്ല ഇതിൽ കണക്ട് ചെയ്യുന്നത്, ഒരു ചാർജറാണ്. ഇത് 14 വോൾട്ടിൻ്റെ ആണ്. പക്ഷേ ഇത് മീറ്റർ വെച്ച് നോക്കുമ്പോൾ 18 സംതിങ് വരുന്നുണ്ട്, 18.8 വരുന്നുണ്ട്. ഇത് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജാക്കി വെക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബാറ്ററിയാണ് ഞാൻ ഇതിൽ ചാർജ് ചെയ്യുന്നത്. 18H ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ MPPTൻ്റെ ഇൻപുട്ടിൽ ആ വയർ കൊടുത്തപ്പോൾ ഇതിൽ കാണിക്കുന്നത് 4.95 ഇത് നമുക്ക് ഇത് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിന് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. 14.4 ഇത് സെറ്റ് ചെയ്യുന്നത്. അത് കൊടുക്കാൻ പ്രശ്നമില്ല, കാരണം നമ്മളെ ഇതിൽ BMS സിസ്റ്റം ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് വോൾട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നും വരുന്നില്ല. അതിൻ്റെ ചാർജായാൽ തന്നെ കട്ടായിക്കോളും. 14.4 വെച്ചിട്ട് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ ബ്ലൂ ലൈറ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്താൽ വൈറ്റും റെഡുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ചാർജിങ്ങിനും റെഡ് ആംബിയറിനും. കൂടിയ ആംബിയർ എടുക്കുമ്പോഴാണ് റെഡ് ലൈറ്റ് പ്രകാശിക്കുന്നത്. അപ്പോൾ അത് നീല ലൈറ്റാണ് കത്തുന്നത്, നമ്മൾ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട്. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നോക്കാം. ഇതുപോലെ ഒരു ജമ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ നീല ലൈറ്റ് പോയിട്ട് വെള്ളയും ചുവപ്പും വരുന്നത് കാണാം. അതിൻ്റെ ഔട്ട്പുട്ടിലാണ് കൊടുക്കുന്നത് നമ്മളിത്. ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോഴും നമ്മളെ വെള്ള ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംബിയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആംബിയർ കുറവായതുകൊണ്ടാണ് ആ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളയും ചുവപ്പും പ്രകാശിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 11.4 ചാർജിങ്. ഇത് ഊരിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത 14.3 വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം വോൾട്ട് കുറഞ്ഞു പോകുന്നത്. ക്യാമറ പിടിക്കാൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തപ്പോൾ 11.4. ഇനി ഇത് കൂടി വരും. നമുക്ക് 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചാർജാക്കി നോക്കാം. ഇതിലിപ്പോഴുള്ള ചാർജ് അറിയുന്നത് 3.96. ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ 4.2 വരും. ഈ വോൾട്ട് നമുക്ക് കുറച്ച് കൊടുത്തിട്ട് 5 വോൾട്ടിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ 5 വോൾട്ടിൽ സെറ്റ് ചെയ്തു. 5.3 അത് കുഴപ്പമില്ല. 5.20 വരെ പോവാം, പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എടുക്കുന്ന ചാർജാണ് 4.22. അന്നേരം ആംബിയർ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൂ ലൈറ്റാണ്, മറ്റ് 2 ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് കുത്തിയിട്ട് നമ്മൾ പവർ ബാങ്ക് ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല. ആ ബ്ലൂ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചാർജിങ് കൺട്രോൾ കൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ബാറ്ററി ഡയറക്റ്റ് ചാർജ് ചെയ്യാനാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കൊണ്ട് ചാർജിങ് നടക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ഈ ലൈറ്റൊന്നും എന്ത് ചെയ്യില്ല, മാറൂല. അതേപോലെ തന്നെ ഇതിൽ ആംബിയർ വളരെ കുറവല്ലേ എടുക്കുന്നത്, കാണിക്കുന്നത് 5.1. 5.3 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രശ്നമില്ല, ചാർജ് ആകുന്നുണ്ട്. കുറച്ച് ടൈം എടുത്താലും. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ആംബിയറും ഇതൊന്നും കാണിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ചാർജിങ് മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ടൈപ്പിലുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനെക്കൊണ്ടാണിത് നമ്മൾ ആ ലൈറ്റുകളൊന്നും ഇതാകുന്നത്. നേരെ ഡയറക്റ്റ് ബാറ്ററിക്ക് കണക്ട് ചെയ്താൽ ഇതൊക്കെ ഇതുപോലുള്ള ചാർജുകൾ ഉപയോഗിച്ചാൽ നമ്മളെ ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല. എന്നാലും ചാർജായി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ബാറ്ററി ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് ചാർജ് കൺട്രോളറൊന്നും ഇല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചാൽ ചാർജിങ് കറക്റ്റല്ല. അപ്പോൾ ഇനി നമ്മളെ കൺവെർട്ട് അപ്പ് എങ്ങനെയാണെന്നൊന്ന് ഉപയോഗിക്കാം, ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇൻപുട്ടിൽ ഇതേ ലിഥിയം ബാറ്ററീൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയതിന് അതിൽ 11.1 വോൾട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചാർജ് കട്ടായതാണ്, കഴിഞ്ഞു പോയതാണ്. കാർ സ്റ്റീരിയോ ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യിച്ചിരുന്നു. ഇതൊന്ന് അപ്പ് ചെയ്ത് നോക്കാം. അതിനായിട്ട് അതിൻ്റെ സ്വിച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നീക്കേണ്ടതുണ്ട്. നമ്മുടെ ഡിസ്പ്ലേയുടെ സ്വിച്ച്, വോൾട്ട് മീറ്ററിൻ്റെ സ്വിച്ച്.
ഇടത്ത് സൈഡിലേക്ക് നീക്കിയാൽ നമ്മളെ MPPT-ൻ്റെ ആണ് വർക്ക് ചെയ്യുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഇത് രണ്ടും യാതൊരു തരത്തിലും ബന്ധിപ്പിച്ചിട്ടില്ല. MPPT-യും മറ്റേ അപ്പറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ഡിസ്പ്ലേ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. അതുതന്നെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 30.8 വോൾട്ട്. ഇന്ന് ഔട്ട്. അപ്പുറത്തെ ഔട്ടിൽ നിന്ന് ഒരു വയറ് നമ്മൾ ഇന്നിലേക്ക് കണക്ട് ചെയ്താൽ രണ്ടും കണക്റ്റായി. ഇതുപോലുള്ളൊരു കേബിൾ എടുത്തിട്ട് കണക്ട് ചെയ്താൽ മതി. അന്നേരം നമുക്ക് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം. വേറെ വേറെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 30 വോൾട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് ഒരു 14.4 വോൾട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.